എന്തിനാണ് ഈ സാധനം എന്തിട്ടാന്നറിയോ ആർക്കെങ്കിലും ഇതിന്റെ പേരറിയോ? ഓർക്കെ പറഞ്ഞ മുള അല്ലേ? അപ്പൊ ഈ മുള ഉപയോഗിച്ചുകൊണ്ട് നമ്മ അടിപൊളി ഒരു തോക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. നല്ല സൗണ്ടിൽ പൊട്ടണ തോക്ക്. നിങ്ങൾക്ക് ഇഷ്ടമാണോ തോക്ക്? ഇഷ്ടമാണോ പൊട്ടണത്? എല്ലാവരും ഇഷ്ടമാണോ? അപ്പൊ നമുക്ക് തോക്ക് ഉണ്ടാക്കാം. അപ്പൊ എല്ലാവർക്കും നമസ്കാരം ഉണ്ടേ. നമ്മ ഇന്ന് ഈ കുട്ടികൾക്കൊക്കെ കളിക്കുന്ന, അതായത് മുൻപ് കാലഘട്ടങ്ങളിൽ ഈ കുട്ടികൾ കളിച്ചിരുന്ന ഒരു സംഭവമാണ്. ഇപ്പൊ ഈ തലമുറ പിള്ളേർക്ക് അറിയില്ല. കൊട്ടത്തോക്ക് എന്ന് പറയും. മുള കൊണ്ടാണ് നമ്മൾ ഈ ഒരു തോക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ കൊട്ടത്തോക്കിൽ ഉപയോഗിക്കുന്ന വേറൊരു സംഭവം കൂടി ഉണ്ട് കേട്ടോ. അതുകൂടി ഉപയോഗിച്ചാൽ മാത്രമേ നല്ല അടിപൊളിയായിട്ട് സൗണ്ട് കൂടി പൊട്ടുള്ളൂ. അപ്പോൾ അത് നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു മുളനെ കട്ട് ചെയ്തെടുക്കാം. എത്ര സൈസിലാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് കട്ട് ചെയ്തൊന്നെടുക്കാം. കട്ട് ചെയ്യല്ലേ? അപ്പോൾ നമുക്ക് വേടാ കൊണ്ട് പിടിക്കണം, പിടിക്കണം, ഇവിടെ പിടിക്കണം. അപ്പോൾ കട്ട് ചെയ്യാൻ നമുക്ക് ഇവിടെ ഈ കൈ പിടി. ഈ മുള ഉണ്ട് എങ്ങനെ കണ്ട? ഈ മുളക്കൊരു ഹോള് ഉണ്ട്. ഇതിങ്ങനെ കണ്ട? ഹോള് കണ്ട? അപ്പം ഇത് ഇതേപോലത്തെ ഒരു മുളയുടെ കമ്പ് നമുക്ക് എടുക്കണം. കണ്ട? ഇത്രയും അകലം മതി കേട്ടോ. നമുക്ക് ഏകദേശം ഒരു 6 ഇഞ്ചോളം മതി. ഒരു ചാൻ്റെ ഒരു കൈയുടെ വലിപ്പം മതി. അപ്പം അതിൻ്റെ ഒരു ഹോളുണ്ട്. ചെറിയ ഹോളാണ് കേട്ടോ ഇതിന് ഉള്ളത്. കണ്ടില്ലേ? വളരെ ചെറിയ ഹോളാണ്. അതിലേക്ക് നമുക്ക് ഇതേപോലത്തെ ഒരു കമ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ട? ഇങ്ങനെ കയറുന്നൊരു കമ്പായിരിക്കണം. ഇങ്ങനെ ഫ്രീ ആയിട്ട് കയറുന്ന ഒരു കമ്പ് എടുക്കണം. ഓക്കെ. അപ്പം ഇത് മാത്രം ഉണ്ടെങ്കിൽ നമ്മുടെ തോക്കാവൂല. തോക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.5 തോക്കാണ്ട് അടിപൊളി സൗണ്ടോടുകൂടി പൊട്ടണ നല്ല ദൂരത്തേക്ക് പോകുന്ന തോക്കാണ് കൊട്ടത്തോക്ക് എന്നാണ് പറയുന്നത്. അപ്പം ഇതിന് വേണ്ടിയിട്ട് അമ്മയെ ഒരു ചെടിയുടെ കായ എടുക്കും ഞമ്മ. ആ കായ കണ്ടിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടാ? നീ അവിടെ കണ്ടിട്ടുണ്ട്? ഓടി നുണച്ചി അവിടെ നിന്ന്. നീ അവിടെ കണ്ടിരുന്നു? ഏത് കായ? ഉണ്ടക്കായല്ല. നമ്മുടെ ഇവിടെ ഇല്ല, നിങ്ങൾ കണ്ടിട്ടില്ല. അപ്പൊ ഇവരാരും ഈ പിള്ളേരൊന്നും കണ്ടിട്ടില്ല, ഈ കായ കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ എന്തായിരുന്നാലും നമ്മുടെ ഈ ഒരു ഭാഗത്തില്ല. അപ്പൊ അതുള്ളത് ഇപ്പൊ കുറച്ച് അകലെയുള്ളത്. അപ്പൊ അത് കളക്ട് ചെയ്ത് വന്നിട്ട് ഞാൻ ആ സാധനം കാണിച്ചു തരട്ടെ. അപ്പൊ എടുത്തു തരട്ടെ, കായ എടുത്തു തരട്ടെ. അപ്പൊ നമുക്ക് നേരെ ആ കായ ഒരു നമ്മുടെ വെടിമരുന്ന് എടുക്കാൻ വേണ്ടി പോവാം. ഓക്കെ. ഞാനിപ്പോൾ നമ്മുടെ കൊട്ടത്തോക്കിൻ്റെ വെടിമരുന്ന് ഉണ്ടാക്കണ നമ്മുടെ നാച്ചുറലായിട്ടുള്ള സംഭവം എടുക്കുന്നതിന് വേണ്ടിയിട്ട് പള്ളിപ്പറമ്പിൽ വന്നൊക്കെയാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വേണം നമുക്ക് ഈ സാധനത്തിനെ കളക്ട് ചെയ്യണമെങ്കിൽ. പാമ്പൊക്കെ ഉണ്ടാവും തോന്നിട്ടുള്ളൂ. ജീവനാണ് കേട്ടോ ഞാൻ പറഞ്ഞ ചകിരിക്കൊട്ടങ്ങ എന്ന് പറഞ്ഞ സാധനം. കണ്ട ഇതാണ് ഞാൻ പറഞ്ഞ ചകിരിക്കൊട്ടങ്ങ എന്ന് പറഞ്ഞ സാധനം. കഴിക്കാൻ പറ്റൂട്ടത്. കഴിക്കുമ്പോൾ ചെറിയ പുളിയുണ്ട്. ഇനയും കണ്ട സംഭവം കണ്ട? ഒരു ഫൈബർ പോലത്തെ സംഭവം. അതിൽ ഞാര്, ഭയങ്കര ഞാര്. ചകിരി മാടല്ല, ചകിരി എന്നൊക്കെ പറയില്ല, തേങ്ങയുടെ ഒക്കെ. അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ ഒരു സാധനം. പണ്ടെണ്ണം ഇത് ഒരുപാട് കഴിച്ചിട്ടുണ്ട്. കണ്ടമാനുണ്ട് മതി. ഓക്കെ. എന്നിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ എയർ ഗൺ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു കായ നിർബന്ധമാണ്. വേറെ ഒരു കായ ഇട്ടാലും ശബ്ദത്തോട് പൊട്ടൂല കേട്ടോ. പിന്നെ പേരെന്താന്ന് മനസ്സിലായ? പറഞ്ഞോനെ കുഞ്ഞോൻ കഴിച്ചാണത്. ഇഞ്ഞോണോ ആർക്കെങ്കിലും തിന്നാൻ വേണോ? നിനക്ക് വേണോ? ഇഷ്ടമായ? ഇനി ആർക്കെങ്കിലും വേണോ? കല്ല് വേണോ? അപ്പൊ ഈ സംഭവത്തിന്റെ കായുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ടോ. നല്ലൊരു ചെറിയൊരു പുളിയോട് കൂടിയ ഒരു മധുരവും കൂടി ഇട്ടുള്ള ഒരു കായാണിത്. അപ്പൊ നമ്മുടെ നേരത്തെ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഒരു മുളയുടെ കമ്പ് ഉണ്ടില്ലെങ്കിൽ എല്ലാവരും ഈ തോക്കുണ്ടാക്കണേന്നറിയോ? അറിയോ? ഈ ഒരു കമ്പ് എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു കായ ഫസ്റ്റ് തന്നെ നമ്മൾ ഇതേപോലെ ഒന്ന് തള്ളി ടൈറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? വേറൊരു കായ പൊട്ടിച്ചിട്ട് അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ കയറ്റി കൊടുക്കണം. ഓക്കെ. പൊട്ടിക്കാം നമുക്ക്. ഒരാളുണ്ടോ? വശത്താളുണ്ടോ? വിളിക്ക്. ഓക്കെ.
തള്ളക്ക് തള്ളട് 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 തള്ള 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 തള്ള. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായ? അപ്പൊ നമ്മുടെ കൊട്ടത്തോക്ക് കണ്ടില്ല. അപ്പൊ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടാ. കുട്ടികൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, അപ്പൊ നമ്മൾ ഉണ്ടാക്കി കൊടുത്താലേ പറ്റുള്ളൂ. അപ്പൊ ഇതിൻ്റെ അകത്തൊരു ശാസ്ത്രീയ വശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഞാരുള്ളതാണ്. അപ്പം ആദ്യം ഇതിൻ്റെ അകത്ത് വരെ ഇടണം. അതിനുശേഷം ആദ്യം ഈ ഫ്രണ്ടിലിടുക, ഇതിൻ്റെ ബാക്കിലിട്ട ശേഷം നമ്മൾ ഇതുകൊണ്ട് കുത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലെ എയർ നല്ല ടൈറ്റായിക്കൊണ്ട് തന്നെയാണ് ഈ സാധനം പൊട്ടി മുകളിലേക്ക് പോകുന്നത്. നല്ല ശബ്ദത്തിലാണ് പോകുന്നത്. പക്ഷെ നമ്മുടെ പിള്ളേർക്കൊക്കെ പറ്റാവുന്നൊരു ശബ്ദം.